ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈറ്റിൻ്റെ ഡേ ആണ്. ഇന്ന് ഞാൻ എന്തൊക്കെ ഒരു ദിവസം കഴിക്കും എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മളെ ആദ്യമേ ചെയ്യുന്നത് എന്താണ്, രാവിലെ എണീച്ച് വെള്ളം കുടിക്കുക. ആസ് യൂഷ്വൽ എല്ലാവരും അങ്ങനെയല്ലേ, മിക്കുള്ളവരും അങ്ങനെ ആയിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം ഒരു 2 കപ്പ് വെള്ളം കുടിക്കും. ഇവിടെ എനിക്കായിട്ട് ഒരു കപ്പ് പോലെ ഒന്നുണ്ട്, അതിൽ 2 കപ്പ് വെള്ളം കുടിക്കും. പിന്നെ കാപ്പി കഴിക്കും. അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പായസ ഈ കപ്പ് കണ്ടോ, കപ്പിൽ ഞാൻ വെള്ളം കുടിക്കുകയാണ്. കാണാൻ പറ്റും വെള്ളം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അറിയാലോ, വെള്ളം നമ്മളെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ടെന്ന്. ജലമാണ് എല്ലാം. അപ്പോൾ വെള്ളം തോനെ കുടിക്കണം, അത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ദോശയും ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ മറ്റേ ഇടിച്ചമ്മന്തി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ. അത് എനിക്കറിയാവുന്ന സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയത്. എനിക്കറിയാവുന്ന സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ചമ്മന്തി അരച്ച്, അലശേ അങ്ങനെയല്ലോ പറയേണ്ടത്, തേങ്ങ ചിരണ്ടിയിട്ട് അതിലോട്ട് മുളക് പൊടി ഇട്ട്, പിന്നെ കൊച്ചുള്ളി ഇട്ട്, ഉപ്പിട്ട് അരച്ചെടുത്ത്, എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലിട്ട് കുറച്ച് കടുകിട്ട് 2 വറ്റൽമുളകിട്ട്, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അമ്മ അവിടെ ഇരുന്ന് പറഞ്ഞു തരുകയാണ്. പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇതെടുത്ത് ഇട്ട് കൊടുക്കണം, തേങ്ങ എല്ലാം കൂടെ. എന്നിട്ട് അത് 2 ഇളക്കി എടുത്ത് മാറ്റണം. അതാണ് ഞാൻ ഇടിച്ചമ്മന്തി എന്ന് പറയണം. നിങ്ങളവിടെ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ കഴിച്ചു, അച്ചാച്ചനും കഴിച്ചു, എൻ്റെ അനിയത്തി കഴിച്ചില്ല. അപ്പം ഞാൻ കഴിക്കണം, ഞാൻ കാണിച്ചു തരാം. നേരെ നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോവാം. ചമ്മന്തി, ദോശ. എനിക്ക് കുറച്ച് കരിഞ്ഞ ദോശയാണ് ഇഷ്ടം പൊതുവെ. ചമ്മന്തിക്ക് ഒരു വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു രുചിയുണ്ട്, പ്രത്യേക രുചി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടാ. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഉച്ച ഒരു 12:30 ആവാറായി. ഞാൻ ചോറ് കഴിക്കുകയാണ്. ഞാനുണ്ടാക്കിയ ഈ സമയമൊന്നുമല്ല, 2-3 മണിയാവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. ഇന്ന് ഞങ്ങളുടെ ബന്ധു ഒരാൾ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു, ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചത്. അവരെ വീട്ടിൽ നിന്ന് എന്തോ വിശേഷമാണ്, അങ്ങനെ അവർ സദ്യ ഉണ്ടാക്കി. അപ്പോൾ അവരതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കും കൊണ്ടുവന്ന് തന്നു ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ ഞാൻ അതാണ് കഴിക്കണം, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിലെല്ലാം ഉണ്ട്: ചോറ്, സാമ്പാർ, പരിപ്പ്, അവിയൽ, പിന്നെ ഇതെന്തോ തോരനോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഇത് വേറെ എന്തോ ഒരു കൂട്ട് പോലെ. ഈ കറിയുടെ പേര് അറിഞ്ഞൂടാ. ഇത് മാങ്ങ അച്ചാർ, ഇത് നാരങ്ങ, ഇത് ഇഞ്ചി, ഇത് പച്ചടി. ഇത്രയുണ്ട്. പപ്പടമൊക്കെ പായസമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ഞാൻ ഇത്രയും എടുത്തോളൂ. അപ്പോൾ ഗൈസ്, ഇത് ഇങ്ങനെ കുഴച്ച് 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 കഴിക്കാം. നല്ല രുചിയുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാക്കണതിനേക്കാളും മറ്റുള്ളവരെ വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം കാണൂലേ, അതുകൊണ്ട്. ഞാനും അതേപോലെയാണ്. ഞാനുണ്ടാക്കണ എനിക്കത്ര പിടിക്കില്ല, മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അമ്മു 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 ഇങ്ങോട്ട് നോക്കിയാണ്, നോക്കമ്മു. പിണക്കോ അമ്മുക്കുട്ടിക്ക്? ഇതാണ് ഈ വീട്ടിലെ അമ്മുക്കുട്ടി, ചെല്ലക്കുട്ടിയാണ് ഈ വീട്ടിലെ. എല്ലാവരും കൊഞ്ചുന്ന ആളാണ് ഈ ഒരാൾ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ, വാട്ട് ഈറ്റിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒരുങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആദ്യ ദിവസമൊക്കെ കാണുന്നത്. കൂടുതൽ പേര് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ചുകൂടെയൊക്കെ വ്യൂവേഴ്സ് വരണമെന്നാണ്, സബ്സ്ക്രൈബേഴ്സും കൂടണമെന്നാണ്. എങ്ങനെയെങ്കിലും 500 എത്തണം, പിന്നെ 1000, 1K അങ്ങനെ കൂടി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് റെഡിയാവാം. അപ്പോൾ ആദ്യം തന്നെ കമ്മലിട്ട് കൊടുക്കാം. ഈ കമ്മലാണ് സാധാരണ ഞാൻ എപ്പോഴും ഇടുന്ന ഈ കമ്മലാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് ഇടാൻ എളുപ്പമാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടുത്ത കമ്മലിടാം. കമ്മലിടുന്നത് ഒരു നല്ല രസമുള്ള കാര്യമാണ്. കമ്മലാണല്ലോ നമ്മളെ മുഖത്തിനൊരു പ്രത്യേകത കൊടുക്കണത്. ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. ഇതാ ഈ പൊട്ട്. വലിയ പൊട്ടാണിത് കുറച്ച്. ഇപ്പോൾ കറക്റ്റായി. ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റണത്? ഞാൻ മുഖത്ത് പൗഡർ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇവിടെ അടുത്തൊരു മേളയ്ക്ക് പോയാൽ അപ്പോൾ ഗൈസ് ഞാൻ വാങ്ങിച്ച സംഭവം കാണിച്ചു തരാം. മേളയ്ക്ക് പോയപ്പോൾ ഇതാണത്. ഇത് കാണാൻ പറ്റുന്നില്ലേ? ക്യാമറ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം കാണാം അല്ലേ? നല്ല നീളമുണ്ട്. ഞാൻ ഇത് കഴുത്തിൽ ഇട്ട് കാണിച്ചു തരാം. ഇത് എത്ര രൂപയാണ്? 100 രൂപയ്ക്ക് അകത്തായിരുന്നു എന്തരായിരുന്നാലും. എന്താ എങ്ങനെയുണ്ട് കഴുത്തിലിട്ടപ്പോൾ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന്. ഇനി നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കാം കണ്ണിൽ. അതാണ് അടുത്ത പ്രോസസ്സ്. എങ്ങനെ വരയ്ക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വരച്ചിട്ട് കാണിക്കട്ടെ. ഞാൻ സ്വയമാണ് വരയ്ക്കാൻ പോണത് ഇപ്രാവശ്യം. എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. അത്ര ശരിയായില്ല. മുകളിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ മുകളിലായിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് എഴുതാൻ അറിഞ്ഞൂടാ ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എഴുതി. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ അറിയാം. അവൾ വരച്ച് ശീലമായി. എനിക്കറിഞ്ഞൂടാ അത്രയ്ക്കൊന്നും. എങ്കിലും എനിക്കറിയാവുന്ന പോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. അമ്മയെ കൊണ്ട് ഹായ് പറയിപ്പിക്കാം. അമ്മ ഇങ്ങോട്ട് നോക്ക്. ഗൈസ് ഞാൻ എൻ്റെ തല മുകളിൽ പിടിച്ച് കെട്ടാൻ പോവാണ്. അത് കാണിക്കുന്നില്ല. കെട്ടിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ തലയും കെട്ടി വെച്ചു. അപ്പോൾ ഫോൾ സെറ്റ്. ഇനി പോയി നമുക്ക് എന്തെങ്കിലും നോക്കാം. അമ്മയുടെ അടുത്തോട്ട് പോവാം. അവിടെ അമ്മ എന്ത് ചെയ്യണം നോക്കാം. അമ്മ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണെഴുതിയത് നന്നായിട്ട് പടർന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 3 വട്ടം ഞാൻ പായസം കുടിച്ചു. 3 വട്ടം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ടോണി ഒരാളെ കാണിച്ചു തരാം. ടോണി ഇങ്ങ് വാ. ഇതാണ് ടോണി. അവൻ ജനലിലെത്തി നോക്കുന്നതാണ്. ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ എൻ്റെ ഇതെഴുതി ഐലൈനർ എഴുതി മുകളിൽ അത്രയും പരന്നു. അപ്പം 3 വട്ടം ഞാൻ പായസം കുടിച്ചു ഗൈസ്. അതിന് ശേഷം ഞാൻ വീണ്ടും കടയിൽ നിന്ന് പോയി ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചു. അത് ആപ്പിളിൻ്റെ ജ്യൂസാണ് എടുത്ത് കുടിച്ചത്. പിന്നെ ഞാൻ എന്തൊരു കഴിച്ചു. ഇനി ഞാൻ കുറച്ച് പാൽ കുടിക്കും വൈകുന്നേരം. പിന്നെ രാത്രി ഞാൻ ആഹാരം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ദോശയും ഒരു ചമ്മന്തിയും ഉണ്ടാക്കാമെന്നാണ്. അന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചാൽ കാണിച്ചു തന്നില്ലേ? അതിൽ ഉടച്ചക്കടല ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉടച്ചക്കടല ചമ്മന്തി ചെയ്യാമായിരുന്നു. ആ ഉടച്ചക്കടല ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്തിടാം. അപ്പോൾ അത് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രാത്രിത്തേക്ക് ദോശയും ഉടച്ചക്കടല ചമ്മന്തിയുമാണ്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രാത്രിത്തേത് ഞാൻ എടുക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഇത്ര തന്നെ നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് വയ്യ എടുക്കാൻ. ഡീറ്റെയിൽഡായിട്ട് വേറൊരു ദിവസം ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ബൈ.